ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ പുത്തൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ അപ്ഡേറ്റുകൾ പ്രകാരം ഞെട്ടിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെ സിനിമയ്ക്ക് വന്നിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും സിനിമയുടെ OTTയുടെ ഒരു റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് ഒരു റെക്കോർഡ് തുകയ്ക്ക് എന്നുള്ളതാണ് ഇന്ന് ലഭ്യമായ വിവരങ്ങൾ. ഓൾറെഡി സിനിമ OTTയിലേക്ക് വിറ്റുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ജനുവരിയിലേക്ക് മാറ്റിയത് എന്നുള്ള ഒരു കാര്യം വരുന്നു. ഇതുവരെ ആ ഒരു റിലീസ് തീയതി ഒന്നും ഉറപ്പിച്ചിട്ടില്ല. ജനുവരി ആയിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരുപക്ഷെ അങ്ങോട്ട് ഇനിയും നീങ്ങാൻ ഉള്ള ചാൻസുകളുണ്ടെന്നും അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയതിൽ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിക്ക് ലഭിച്ചതിൽ വെച്ച് തന്നെ ഒരു വലിയ മാർജിനിലുള്ള ഒരു എമൗണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെ റിന്യൂമറേഷൻ മാറ്റിവെച്ചാൽ സിംഗിൾ ഡിജിറ്റിൽ തീരുന്ന ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ ഡബിൾ ഡിജിറ്റിലാണ് ഈ ഒരു സിനിമയുടെ ഇതുവരെയുള്ള ആ ഒരു OTT സെയിൽ നടന്നിരിക്കുന്നത്. അതായത് ഒരു വമ്പൻ എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെയൊക്കെ ഡബിൾ എന്നുള്ള അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ലെവലിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ ഒഫീഷ്യലായിട്ട് തന്നെ വലിയ താമസമില്ലാതെ വരുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കളങ്കാവൽ വീണ്ടും ഞെട്ടിക്കും എന്നുള്ളത് തന്നെ. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുന്നു ഈ ഒരു സിനിമ എന്നറിയാം. അതായത് ബിസിനസ്സിലൂടെ വലിയ റെക്കോർഡ് തീർത്തിരിക്കുന്നു. ഇനി സിനിമ ഇറങ്ങി 2 ദിവസം ഓടിയാൽ പോലും സിനിമയ്ക്ക് അമ്മാതിരി കളക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതും ഉറപ്പാണ്. പക്ഷേ ഈ ഒരു സിനിമ വെറുതെ ഒരു കളക്ഷൻ്റെ മാത്രമല്ല, മമ്മൂട്ടിയുടെ കൊടൂരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ചിലരുടെ കമൻസുകൾ കണ്ടിരുന്നു. അതായത് മമ്മൂട്ടിയുടെ അഭിനയം കണ്ടിട്ടാണോ എന്നുള്ളത്. എന്താണേലും അതിനുള്ള സംഭവമുണ്ട് എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നതും എന്ന് പറയാം. എന്താണെങ്കിലും ഇവിടെ ഈ ഒരു സിനിമയുടെ മാറ്റിവെക്കലിനെ കുറിച്ച് ഒരു ചർച്ച തന്നെ നമുക്കുണ്ടായിരുന്നു. കാരണം നമുക്ക് തന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം 8 മാസമായിട്ട് കാത്തിരിക്കുന്ന ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് ഇറക്കാൻ ധൈര്യമില്ലെങ്കിൽ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നതെന്ന് തന്നെയാണ് നമ്മൾ ചോദിച്ചൊരു കാര്യം. അപ്പോൾ അതിന് കാര്യമുണ്ട് എന്നുള്ളത് ഇന്ന് ബോധ്യമായിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അമ്മാതിരി OTT ഡീൽ തന്നെ നടന്നിരിക്കുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് സിനിമയുടെ റിലീസും മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം ആ ഒരു ദിവസത്തിലേക്കായിട്ട്. എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ OTT ഡീലിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പിന്നാലെ വരുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്.